ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചക്കയുടെ ഉൾഭാഗത്തുള്ള ചുളഭാഗത്തിൻ്റെ നടുവിലായിട്ട് വരുന്ന ഊണ് ഇല്ലേ, ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് പ്രോസസ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന കാര്യമാണിത്. ഒരു ചക്കയുടെ ഒരു ഭാഗവും നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ളതില്ല കേട്ടോ. എല്ലാ ഭാഗങ്ങളും കൊണ്ട് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കാതെ തന്നെ നല്ല വൃത്തിയിൽ കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ട് വെന്താൽ മതി. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട്. അത് വെള്ളം ഊറ്റി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ചേർത്തിട്ട് ഗരം മസാലയും കൂടി ചേർക്കണം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് നല്ലോണം കായം കൂട്ടി വെക്കാം കേട്ടോ. കുറച്ച് നേരം അതിരുന്നതിന് ശേഷം പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് വേപ്പിൻ്റെ ഇല ഇട്ടു. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു. ഇനി പൊരിച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അത് മുഴുവനായിട്ട് പൊരിച്ചെടുത്തത്. ഒന്ന് ചൂടായി നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴേക്കും നല്ല സ്മെല്ലാട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. മാന്തൽ മീൻ എങ്ങനെ നമ്മൾ കഴിക്കുക, അതുപോലെ മുള്ളില്ലാത്ത മാന്തൽ എങ്ങനെ ഉണ്ടാവും കഴിക്കുമ്പോൾ അതേ ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ചക്ക ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കാതെ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയുമായി വരും വരെ ബായ്.